السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين ولا عدوان إلا على الظالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنما يخشى الله من عباده العلماء. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന 18ാമത് പ്രോഫ്കോണിൽ സംബന്ധിച്ചിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹങ്ങളും വിജയങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും നമ്മിലെല്ലാം അവൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. 3 ദിവസമായി ഈ മഹാസംഗമത്തിൻ്റെ കണ്ണികളായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളാണ് നാം എല്ലാവരും. ഈ വൈകിയ സന്ദർഭത്തിൽ, ഇതിൻ്റെ ഈ സമാപന സമയത്ത് നമ്മളെല്ലാം യാത്ര പറയാൻ ഒരുങ്ങുന്ന ഒരു വേളയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. ഒരുമിച്ച് കണ്ടവരോടൊപ്പം എന്നെന്നും കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കുകയില്ല. സമയമായാൽ നമ്മൾ യാത്ര പറയുകയും പിരിയുകയും ചെയ്തേ പറ്റൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2-3 ദിവസമായി മുമ്പ് പരിചയമില്ലാത്തവരും പരിചയമുള്ളവരുമായ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്നു, പ്രവർത്തിച്ചു, സംസാരിച്ചു, കേട്ടു, ഉപദേശങ്ങൾ തേടി, സംശയങ്ങൾ ചോദിച്ചു, കൃത്യമായ നിലക്കുള്ള ഉത്ബോധനങ്ങൾ ശ്രവിച്ചു. ഇനി നമ്മൾ പിരിയുകയാണ്. നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെയാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ഈ ഭൗതികമായ ലോകത്തുള്ള ജീവിതം, ഒരു മഴ പെയ്താൽ ആ മഴവെള്ളം ഈ ഭൂമിയിൽ വീണ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ നിന്ന് സസ്യലതാദികൾ പതുക്കെ പൊട്ടി മുളച്ച് അതൊരു ചെറിയ ചെടിയായി മാറി, പിന്നീടത് വീണ്ടും പച്ചപ്പ് അതിന് ബാധിച്ച് വീണ്ടും അത് വളർന്ന് അതിന് തളിരിട്ട് പൂവുകളും കായ്കനികളുമൊക്കെയായി അതിൻ്റെ പരിപൂർണമായ ഭംഗിയിലെത്തി. ഇതാ അതിൻ്റെ ഫലം ആസ്വദിക്കുവാൻ നമുക്കിതാ കൈപ്പിടിയിൽ ഒതുങ്ങാറായി എന്ന ഘട്ടമെത്തുമ്പോൾ പലപ്പോഴും ശക്തമായ ഏതെങ്കിലും നിലക്കുള്ള ഒരു കാറ്റടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തീ വന്നുകൊണ്ടോ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഫലം നുകരാൻ സാധ്യമാകാതെ പോകുന്നവരവസ്ഥ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, സൂറത്തു യൂനുസിലെ 24-ാമത്തെ ആയത്തിന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. إنما مثل الحياة الدنيا كماء أنزلناه من السماء
فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ഈ സമയത്ത് പിരിയാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണമെന്നാണ് എന്നോടെന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുന്നത്. നമ്മെ സൃഷ്ടിച്ച് നമുക്ക് എല്ലാ രൂപത്തിലുള്ള സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബ് നമ്മോട് പറയുന്നത്, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ ഉദാഹരണം ഒരു മഴ പെയ്ത് ആ മഴ ഈ ഭൂമിയിൽ അത് സ്വീകരിച്ച് മനുഷ്യരും ജന്തുജാലങ്ങളുമൊക്കെ ഭക്ഷിക്കുന്ന രൂപത്തിലുള്ള അതേ ഇവിടെ നിന്ന് ചെടികളും കായ്കനികളുമൊക്കെ ഉണ്ടായി നല്ല ഭംഗിയിൽ അതിനെ ആളുകൾ ഇങ്ങനെ നോക്കിക്കണ്ട് അതിൽ നിന്ന് കായ്കളും കനികളുമൊക്കെ പറിച്ച് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങുവാൻ എനിക്ക് സമയമായി എന്ന് തോന്നുന്ന നേരത്താണ് അതാഹാ അമ്രുനാ ലൈലൻ ഔ നഹാറാ, രാവിലോ പകലിലോ നമ്മുടെ ഒരു കൽപ്പന അങ്ങോട്ട് വരുന്നു. അഥവാ അതിനെ ഒരാപത്ത് ബാധിക്കുകയാണ്. അങ്ങനെ അത് നശിച്ച് തകർന്നു പോവുകയാണ്. ഇന്നലെ ഇവിടെ അതില്ലാത്തതുപോലെ ഇപ്രകാരമാണ് ചിന്തിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ആയത്തുകളെ നാം വിശദീകരിച്ച് തരുന്നതെന്ന് അല്ലാഹു പറയുന്നു. അതേ സഹോദരങ്ങളെ, സുദീർഘമായി ഞാൻ അതിലേക്ക് വിവരിക്കുന്നില്ല. ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ ലോകം, ഇവിടെ നമ്മൾ പലതും കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് വിചാരിക്കുന്ന സമയം, അതേ പഠനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ചേർന്നു. പഠനത്തിന് ചേരുന്ന അവസരങ്ങളിൽ നമ്മുടെ മനസ്സിലുള്ള വലിയ സ്വപ്നങ്ങൾ പലരും പഠനം പൂർത്തിയാക്കാതെ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ചിലരൊക്കെ അതാ പഠനം കഴിഞ്ഞ് അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാം വാങ്ങിക്കഴിഞ്ഞു. അങ്ങനെ മനസ്സിൻ്റെ അകത്തളത്തിൽ അവൻ കൊണ്ട് നടന്നിരുന്ന ഒരു സുഖലോലുപമായ ഒരു ജീവിതമുണ്ട്, സൗകര്യമുള്ള ഒരു ജീവിതമുണ്ട്, നല്ല ഒരു സമൂഹത്തിൽ ആദരവ് കിട്ടുന്ന ഒരു ജോലി അവൻ സ്വപ്നം കാണുന്നു. അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും തൻ്റെ കൈപ്പിടിയിലതാ ഒതുങ്ങാറായി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതല്ല എല്ലാം അതിൻ്റെ കൈപ്പിടിയിൽ എനിക്ക് ഒതുങ്ങിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ള പറയുന്നത് പോലെ അതാഹാ അമ്രുനാ ലൈലൻ ഔ നഹാറാ, അതേ നമ്മുടെ കൽപ്പനയതാ രാത്രിയോ പകലോ വന്നെത്തുകയായി. ഒരു ചെടി അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള കായ്കനികളും പുറത്തേക്ക് വിട്ട് കർഷകനത് ആസ്വദിക്കാൻ നേരമായി എന്ന് തോന്നുമ്പോഴേക്ക് ചുണ്ടോടടുപ്പിച്ച പാനപാത്രം തട്ടിത്തെറിപ്പിക്കപ്പെട്ടതുപോലെ ജീവിതത്തിൽ എനിക്ക് നേടാൻ ഞാൻ കൊതിച്ചിരുന്ന സ്വപ്നത്തിലുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ഞാനിതാ കാലെടുത്ത് വെക്കാറായി, കാലെടുത്ത് വെച്ചു എന്ന് തോന്നുമ്പോഴേക്ക് ഏതെങ്കിലും മാരകമായ ഒരു രോഗം, ഏതെങ്കിലും മാരകമായ ഒരു രോഗത്തിന് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു എന്ന് അതേ റിസൾട്ട് വരികയാണ്. അതല്ലെങ്കിൽ ഒരു ബൈക്ക് അപകടത്തിൽ നമ്മുടെ ജീവിതം പൊലിയുകയാണ്. അതല്ലെങ്കിൽ പെരുകുന്ന ഏതെങ്കിലും അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോവുകയാണ്. അതേ ഏതെങ്കിലും രൂപത്തിലാണ് മരണം വന്നെത്തുന്നത് എന്ന് നമുക്കറിയില്ല. ഏത് സമയത്താണ് പ്രിയമുള്ളവരെ റബ്ബ് നമ്മെ വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ അറിയാത്ത നമ്മൾ നിനക്കാത്ത ഒരു സമയത്ത് നമ്മെ അങ്ങ് കൊണ്ടുപോകുമ്പോ എന്താണ് മനുഷ്യന്റെ മനസ്സിൽ അവൻ സ്വപ്നം ചെയ്ത് നെയ്തു കൂട്ടിയതെല്ലാം തകർന്നു പോവുകയാണ്. ഇത്രയേ ജീവിതത്തിനുള്ളൂ എങ്കിൽ പ്രിയമുള്ളവരെ നാം വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെ ഇങ്ങോട്ട് പഠനത്തിന് അയച്ചിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളെ പറ്റി നമ്മൾ ഓർക്കണം. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കും അല്ലാതെയുമൊക്കെ പഠനത്തിന് വേണ്ടി മക്കളായ ആളുകളെ പറഞ്ഞേക്കുമ്പോൾ ഒരു ഉമ്മയുടെ മനസ്സ്, ഒരു ഉപ്പയുടെ മനസ്സ്, അത് അനുഭവിച്ചവരല്ലേ നമ്മളെല്ലാം. സഹോദരന്മാരെ, ഒരു പഠനത്തിന് വേണ്ടി ഇന്നൊരു കുഞ്ഞ് പുറപ്പെടുമ്പോൾ മതബോധമുള്ള രക്ഷിതാക്കളും അല്ലാത്തവരുമൊക്കെ ഒരു വേള ഭയപ്പെടുകയാണ്. എൻ്റെ മകൻ ആരായി മടങ്ങി വരും,
എൻ്റെ മകൾ ആരായി തിരിച്ചു വരും, ഏത് രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് എൻ്റെ മക്കളുടെ പോക്കുണ്ടാകുന്നത്, എൻ്റെ മക്കൾ നല്ലവരാകണേ, നന്നാക്കണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, പഠനത്തിനായി പുറത്ത് ചെലവഴിച്ചിട്ടുകൊണ്ടിരിക്കുന്ന, സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് അതേ നിസ്കാരപ്പായയിലിരുന്ന് കണ്ണീര് വാർക്കുന്ന ഉമ്മമാര്, അതേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, കഷ്ടപ്പാടോടുകൂടി അവരുടെ കാര്യങ്ങളെ ആധിയോടെ ബേജാറോടുകൂടി ഓർത്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ. എന്തേ ഈ രക്ഷിതാക്കളുടെ നെഞ്ചിടിപ്പിത്ര കൂടാൻ കാരണം? അതേ ലോകം ഇന്ന് വളരെ നാൾക്ക് നാൾ മോശമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ സമുദായത്തിലെ വിദ്യാർത്ഥിനികൾ അതേ അവരെത്രത്തോളം മതപ്പതനത്തിലാണ് എത്തിപ്പോയത്. ജീവിതത്തിൻ്റെ സുഖമാണ് വലുതെന്നവർ ചിന്തിച്ചുപോയി. പഠിക്കുന്നതും അതുപോലെ തന്നെ ജോലി നേടുന്നതുമെല്ലാം മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതം എനിക്ക് ആസ്വദിക്കണം എന്നതിലപ്പുറം ധാർമ്മികതയെ സംബന്ധിച്ച് ചിന്തയില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മുടെ സമുദായം ഇങ്ങനെ കൂപ്പുകുത്തിപ്പോകാനുള്ള കാരണം ഇഷ്ടം പോലെ പണം കയ്യിൽ വരണം, ഇഷ്ടം പോലെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാകണം, അങ്ങനെ എനിക്കിവിടെ മതിച്ച് കളിച്ചുല്ലസിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു ജീവിതം എനിക്ക് കിട്ടണം. അതിവിടെ അഭ്രവാളികളിൽ മിനി സ്ക്രീനുകളിൽ തെളിയുന്ന നടീനടന്മാരുടെ ജീവിതം പോലെയാകണമെന്നാ കണക്ക് കൂട്ടുന്നത്. അവരുടെ ജീവിതമാണ് അവർ കാണുന്നത്, അവരുടെ വേഷവിധാനമാണ് നോക്കുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ പളപളപ്പാണ് അവരുടെ മനസ്സിൽ അവർ കാണുന്നത്. പക്ഷേ അവർ ആരുടെ ആ രൂപത്തിൽ എത്തിച്ചേരണമെന്ന് ചിന്തിക്കുന്നുവോ ആ നടീനടന്മാരുടെ സ്വകാര്യതകളെപ്പറ്റി ഈ ആളുകൾക്കറിയാതെ പോകുന്നു. അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമെന്ത്? നാടകീയമായ അഭിനയങ്ങളും അതുപോലെ തന്നെ നിറം പിടിപ്പിച്ച കഥകളുമല്ലാതെ അവരുടെയൊക്കെ സ്വകാര്യ ജീവിതങ്ങളുടെ സ്ഥിതി എന്താണ്? സ്വസ്ഥത ഇന്നവർക്ക് ലഭിക്കുന്നുണ്ടോ? പണം ഇഷ്ടം പോലെയുള്ളത് കൊണ്ട് സമാധാനം കിട്ടുന്നുണ്ടോ? ആഡംബര ജീവിതമുള്ളത് കൊണ്ട് സ്വസ്ഥത കിട്ടുന്നുണ്ടോ? പലപ്പോഴും പണത്തിന് വേണ്ടിയാണ് പിന്നാലെ പോകുന്നത്, പലപ്പോഴും ആഡംബര ജീവിതത്തിന് വേണ്ടിയാണ് എല്ലാം മറക്കുന്നത്. അതേ, കോടികളുടെ ആസ്തിയുള്ള ആളുകൾക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. 10, 80, 100 കോടി ആസ്തിയുണ്ടെന്ന് പറയുന്ന ആളുകൾ, ഫിലിം സ്റ്റാറുകൾ, അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ അതേ അടുത്ത കാലത്തല്ലേ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് അതേ മരണം പുൽകിയത് ഒരു പെണ്ണ്. പണത്തിനൊരു കുറവുമില്ല, കോടീശ്വരിയായിരുന്നു, വലിയ സമ്പന്നയായിരുന്നു, പക്ഷേ ഒരിറ്റ് സമാധാനം കിട്ടാതെ മരണം വരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പലരും ഇന്ന് ചിന്തിക്കുകയാണ്, ഈ സമുദായത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ദുഷിപ്പിക്കുന്നത്. അതേ അടുത്ത ദിവസം ജസ്റ്റിസ് ശ്രീദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു സഹോദരി, അതേ ഒരു പൊതുപ്രവർത്തക ഒരഭിപ്രായം രേഖപ്പെടുത്തിയത് നിങ്ങളൊക്കെ മീഡിയകളിലൂടെ വായിച്ചവരാണ്. അതേ, പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതിൽ വളരെയേറെ പങ്ക് വഹിക്കുന്നത് അസാൻമാർഗികമായ രൂപത്തിലും അതേ മോശപ്പെട്ട രൂപത്തിലും വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആ നിലക്കുള്ള പ്രത്യേകമായ ചില രൂപത്തിലും ഭാവത്തിലുമൊക്കെ ആളുകളെ വശീകരിക്കുന്ന നടീനടന്മാരാണ്, അതല്ലെങ്കിൽ സിനിമാ നടികളാണ് എന്ന രൂപത്തിലുള്ള ഒരഭിപ്രായം, ആ നിലക്കുള്ള താരറാണിമാരെന്നുള്ള ഒരഭിപ്രായം ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രവർത്തക എന്ന നിലക്കൊരാൾ പറയുമ്പോൾ അതേ ആളുകൾ ചിന്തിക്കുന്നത്, ആളുകളുടെ മനോഭാവം പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ പണം വേണം, ഇഷ്ടം പോലെ സുഖിച്ച് ജീവിക്കണം, അതിനെന്ത് വേണം, മാനം വിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ ഒരുങ്ങി പുറപ്പെടുകയാണ്, ആരുടെ കൂടെയും ഇറങ്ങാൻ തയ്യാറാവുകയാണ്, ആരോട് ബന്ധപ്പെടണം എന്ന കാഴ്ചപ്പാടില്ല. തൻ്റെ കൂടെ പഠിക്കുന്നവരോ തൻ്റെ കുടുംബ ബന്ധത്തിലുള്ളവരോ ആരുമാകട്ടെ, ഒരന്യ പുരുഷനുമായിട്ട് തനിക്കുള്ള ബന്ധത്തിൻ്റെ പരിധി എന്ത്? ഒരന്യ സ്ത്രീയുമായിട്ടുള്ള തനിക്കുള്ള ബന്ധത്തിൻ്റെ പരിധി എത്ര? അത് ചിന്തിക്കുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിൽ നിന്ന് പോയി. യാതൊരു ലക്കും ലഗാനുമില്ലാതെ എല്ലായിടത്തേക്കും ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഈ സമുദായത്തിൽ അതിൻ്റെ മെമ്പർമാരുടെ എണ്ണം കൂടിപ്പോയത്? അതേ, ധാരാളം പെൺകൊടികൾ, മുസ്ലിം കുട്ടികൾ, മതബോധമുള്ള വീട്ടിലെ മെമ്പർമാരെന്ന് പറയപ്പെടുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾ പോലും സെക്സ് റാക്കറ്റുകളുടെ പിടിയിൽപ്പെട്ടിട്ട് ജീവിതത്തിൽ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെയാകുന്നു എന്ന് വന്നപ്പോൾ
ആത്മഹത്യാ കുറിപ്പുകൾ എഴുതിക്കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു പോയി. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിപ്പോയി പലരും. എവിടെയാണ് സംഭവിക്കുന്നത്? എവിടെയാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ രൂപത്തിൽ ഈ ഇരകൾ വീണു പോകുന്നത്? ഏത് നിലക്കാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ യുവതലമുറ തെറ്റിപ്പോവുകയാണ്. എന്താണ് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണ്ടത്? ഞാൻ ഈ ഭൗതികമായ ജീവിതത്തിലേക്ക് വന്നത് എവിടെ നിന്നാണ്? ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത് ഞാനോ നിങ്ങളോ അടങ്ങുന്ന ഒരു സമൂഹത്തോടും അള്ളാഹു അഭിപ്രായം ചോദിച്ചിട്ടില്ല. നീ എവിടെ ജനിക്കണമെന്നാ ആഗ്രഹിക്കുന്നത്? നീ എവിടെ പിറന്നു വീഴണം, ആരുടെ മകനായി ജനിക്കണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ആരോടും അള്ളാഹു അഭിപ്രായം ചോദിച്ചിട്ടില്ല. അള്ള നിശ്ചയിച്ച ഒരു ഗർഭമാത്രത്തിൽ, അള്ള നിശ്ചയിച്ച ഒരു പ്രദേശത്ത് നമ്മളങ്ങ് ജനിച്ചു വീണു. അതല്ലാതെ നമുക്കതിലൊരു സ്വാതന്ത്ര്യവുമില്ല. ഇനി ഈ ലോകത്ത് നിന്ന് നമ്മൾ മടങ്ങിപ്പോകണം. അതേ, നമ്മൾ യാത്ര പറയണം, പിരിഞ്ഞു പോകണം. ആ പിരിഞ്ഞു പോക്കിന്റെ ഡേറ്റ് നീ ഏതാ ഉദ്ദേശിക്കുന്നത്? എവിടെ വെച്ച് നീ മരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എവിടെ കിടന്ന് നിന്റെ ജീവൻ നഷ്ടപ്പെടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരാളോടും അഭിപ്രായം ചോദിക്കുകയില്ല. ആരോടും അഭിപ്രായം ചോദിക്കാതെയാണ് ഈ ലോകത്ത് ജനിച്ചു വീണതെങ്കിൽ, ഒരാളോടും അഭിപ്രായം ചോദിക്കപ്പെടാതെ തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതുമെങ്കിൽ, ഈ ജനനത്തിൻ്റെയും ഈ മരണത്തിൻ്റെയും ഇടക്കുള്ള ഒരു ജീവിതത്തിനാണ് ഐഹിക ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. ജനനത്തിൽ എൻ്റെ ഇഷ്ടത്തിന് യാതൊരു സ്വാധീനവുമില്ലെങ്കിൽ, മരണത്തിന് എൻ്റെ ഇഷ്ടങ്ങൾക്ക് യാതൊരു സ്വാധീനവും സ്വാതന്ത്ര്യവുമില്ലെങ്കിൽ, ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ജീവിതം, അതാണ് അൽ ഹയാത്തുദ് ദുനിയാ, ഐഹികമായ ജീവിതം എന്ന് പറയുന്ന ജീവിതം. ഈ ജീവിതത്തിലും എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടാണോ ഞാൻ മുന്നോട്ട് പോകേണ്ടത്? അല്ല. വന്നത് എൻ്റെ ഇഷ്ടം നോക്കിയിട്ടല്ലാത്തതുപോലെ ഇനി ഞാൻ പോകുന്നതും എൻ്റെ ഇഷ്ടത്തിനല്ലെങ്കിൽ, ഇത് രണ്ടിൻ്റെയും ഇടക്കുള്ള ജീവിതവും എൻ്റെ ഇഷ്ടത്തിനോ എൻ്റെ താല്പര്യങ്ങൾക്കോ ആയി പോകാൻ പാടില്ല. മറിച്ചിങ്ങോട്ടയച്ച് ഇനി മറ്റൊരു ലോകത്തേക്ക് തിരിച്ചു വിളിക്കുന്ന സർവശക്തനായ റബ്ബുൽ ആലമീൻ, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് പ്രിയമുള്ളവരെ നമുക്ക് സ്വസ്ഥത പകരുക, അതാണ് നമുക്ക് സമാധാനം പകരുക. പണം നമുക്ക് സമാധാനം പകരുകയില്ല. ആഡംബര ജീവിതം സമാധാനം പകരുകയില്ല. നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങളും പ്രിയമുള്ളവരെ, നിങ്ങൾ എഴുതിക്കൊടുത്ത പല ചോദ്യങ്ങളും ഈ ഉള്ളവൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം അപകടകരമായ ഒരവസ്ഥയിലാണ് അതേ എൻ്റെ പ്രിയപ്പെട്ടവർ കഴിച്ചുകൂട്ടുന്നത്. വലിയ ഒരു മാനസികമായ ജിഹാദല്ലേ പ്രിയമുള്ളവരെ നിങ്ങൾ നിർവഹിക്കുന്നത്? ലഹരിക്കടിമപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അശ്ലീലതകൾക്ക് അനുഭവപ്പെടുന്ന അടിമപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതേ സർവമോശത്തരങ്ങളെയും മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നവരന്തരീക്ഷത്തിൽ, സർവശക്തനായ നാഥാ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധുവായ അടിമയാണെന്ന നിലക്ക് അതിന് തൗഫീക്ക് കിട്ടാൻ, എനിക്കൊന്ന് നിയന്ത്രണം കിട്ടാൻ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ച എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, അത് ചോദിച്ച എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ, ആ വരികൾക്കിടയിലൂടെ കണ്ണുനീര് ചാലിച്ചെഴുതിയ വരികളാണതെന്ന് ഈ ഉള്ളവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ലഹരി നുരയുന്ന ക്യാമ്പസാണ്, നിയന്ത്രണം കിട്ടുന്നില്ല, നിയന്ത്രണത്തിന് ഞാൻ എന്ത് വേണം എന്ന് ചോദിച്ചവരുണ്ട്. അതേ, കാമം നിയന്ത്രിക്കാനാകുന്നില്ല, കാമമൊന്ന് നിയന്ത്രിച്ചു കിട്ടാൻ, നോട്ടമൊന്ന് നിയന്ത്രിച്ചു കിട്ടാൻ വഴിയെന്തുണ്ടെന്ന് ചോദിച്ച വിദ്യാർത്ഥികളുണ്ട്. അതേ, എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം, ഞാനിവിടെ വന്നത് വലിയ ഒരു ലക്ഷ്യത്തിനാണ്, ആ ലക്ഷ്യം നേടാൻ എനിക്കെന്താണ് വഴി എന്നതാണ് സർവ്വ കുട്ടികളുടെയും സർവ്വ വിദ്യാർത്ഥികളുടെയും ചോദ്യത്തിൻ്റെ ആകത്തുക അതാണ്. അതിന് അല്ലാഹ് നമുക്ക് നിശ്ചയിച്ചു തരുന്ന ഒരു വഴിയുണ്ട്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കൃത്യമായി ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം, സർവലോക പരിപാലകനായ റബ്ബിന്റെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഞാനെന്ന ബോധം, അതേ എല്ലാ കണ്ണുകളും ഉറങ്ങും. എൻ്റെ ഉപ്പയുടെ കണ്ണുകൾ ഉറങ്ങും,
ഉമ്മയുടെ കണ്ണുകൾ ഉറങ്ങും, അധ്യാപകരുടെ കണ്ണുകൾ ഉറങ്ങും, ഹോസ്റ്റലിലെ വാർഡന്റെ കണ്ണുകൾ ഉറങ്ങും, എന്നെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്ഥാപന മേധാവികളുടെ കണ്ണുകൾ ഉറങ്ങും, സഹപ്രവർത്തകരുടെ കണ്ണുകൾ ഉറങ്ങും. പക്ഷേ ഒരിക്കലും ഉറങ്ങാതെ മയങ്ങാതെ അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഏകനായ അല്ലാഹ്, അവൻ മാത്രമാണ് ആരാധ്യൻ. അതേ, ലോകം മുഴുവൻ ഉറങ്ങിയാലും, ലോകമെമ്പാടും മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോഴും, നിശയുടെ നിശബ്ദതയിൽ ലോകത്തതാ എല്ലാം നിശബ്ദമായി കൊണ്ടിരിക്കുന്ന വേളയിലാണെങ്കിലും ലാ തഅഖുദുഹു, എൻ്റെ നാഥനെ പിടികൂടുകയില്ല, സിനത്തും വലാ നൗം, ഒരു മയക്കമോ ഉറക്കമോ പിടികൂടാതെ സദാസമയത്തും നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്നെ പതിയിരുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ നാഥൻ. ആ നാഥനെല്ലാം കേൾക്കുന്നു, ആ നാഥനെല്ലാം അറിയുന്നു, ആ നാഥനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു നിലക്കുള്ള പ്രവർത്തനങ്ങളിലേക്കും എനിക്ക് പോകാൻ കഴിയൂല. ആ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സുകൾ പോവേണ്ടത്. സർവശക്തനായ നാഥനെക്കുറിച്ചുള്ള ചിന്ത, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കൂ എന്ന ദൃഢമായ തീരുമാനം, അവൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യില്ലെന്ന തീരുമാനം, ആ തീരുമാനം നമുക്കെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ഇടപെടലുകളിൽ അവൻ കടന്നു വരുന്നു. അതെ, എന്താണ് നിയന്ത്രിക്കാൻ മാർഗമെന്നല്ലേ സർവശക്തനായ നാഥൻ പറഞ്ഞില്ലേ? ആണിനോടും പറഞ്ഞു, പെണ്ണിനോടും പറഞ്ഞു. അശ്ലീലതകളിലേക്ക് ഒരാൾ ചെന്ന് ചാടുന്നത് പെട്ടെന്നൊരു ദിവസം എടുത്തു ചാടലല്ല. വ്യഭിചാരത്തിലേക്ക് ആരും പെട്ടെന്ന് എടുത്തു ചാടാറ് പതിവില്ല. അതിന് ചില കവാടങ്ങൾ ആദ്യം കടന്നിട്ടേ ആ വലിയ പാതകത്തിലേക്ക് എത്തുകയുള്ളൂ. ഒന്നാമത്തെ കവാടം തന്നെ ദർശനമാണ്, നോട്ടമാണ്. അതുകൊണ്ട് പുരുഷലോകത്തോട് പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. സൂറത്തുൻ നൂറിൽ റബ്ബ് പഠിപ്പിച്ചു, സത്യവിശ്വാസികളോട് പറഞ്ഞേക്കൂ പ്രവാചകരെ, അവർ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ഇത് സ്ത്രീ സമൂഹത്തോടും പറഞ്ഞു. വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളോടും പറഞ്ഞേക്ക്, യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന, അവരുടെ ദൃഷ്ടികളെ അവിഹിതമായ നോട്ടത്തിൽ നിന്ന് അവരും താഴ്ത്തട്ടെ, അതിലൂടെ ലൈംഗികാവയവങ്ങളെ അവരും കാത്തു സൂക്ഷിക്കട്ടെ. അതേ, സംസാരിക്കുന്ന വേളയിൽ പോലും പെണ്ണിനോട് പറഞ്ഞു, വലാ തഖ്ലഅന ബിൽ ഖൗൽ, മൃദുവായി സംസാരിച്ചു പോകരുത് സഹോദരി. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ പെൺസ്വരം കേട്ടാൽ രോഗമുള്ള ചിലരുണ്ടാകും. സർവശക്തനാണ് പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് പറയുന്നത്. പുരുഷലോകത്തിന്റെ വിചാര വികാരങ്ങളും സ്ത്രൈണതകളും എന്താണെന്നറിയുന്ന നാഥനാണ് പറയുന്നത്. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾ നിന്റെ ആ മധുരം പുരട്ടിയുള്ള സംസാരത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അതെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആ നിലക്ക് സംസാരിക്കരുത്. ഗൗരവത്തോടെ മാന്യമായി വഖുൽന ഖൗലൻ മഅറൂഫാ, അതെ, വളരെ മാന്യമായ നിലക്കുള്ള സംസാരമാകണം. അപ്പൊ ദർശനം നിയന്ത്രിച്ചോ, അതുപോലെ തന്നെ സ്പർശനവും നിയന്ത്രിച്ചോ. അതേ, അവിഹിതമായതിലേക്ക് നിന്റെ കൈ സ്പർശിക്കാൻ പാടില്ല. നിനക്ക് വിഹിതമല്ലാത്ത ഒരു ബോഡിയിൽ, ഒരു ശരീരത്തിൽ നിന്റെ കൈവെക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒരു വലിയ ഇരുമ്പിന്റെ ആണിയെടുത്ത് നിന്റെ മൂർധാവിൽ ഇങ്ങനെ പച്ചക്ക് അടിച്ചിറക്കലാണ്. സഹിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ഒരാണി മൂർധാവിൽ ശരീരത്തിലേക്ക് പച്ച ഈ തലയിലേക്ക് ഒരാണി ഹാമർ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നത് സഹിക്കാൻ നമുക്ക് സാധ്യമാണോ? അതിനേക്കാൾ ഗൗരവമാണ് നിനക്ക് വിഹിതമല്ലാത്ത, അല്ലാഹ് നിനക്ക് അനുവദിച്ചു തന്നിട്ടില്ലാത്തതിലേക്ക് നീ സ്പർശിക്കലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സ്പർശനം നിയന്ത്രിച്ചു, ദർശനം നിയന്ത്രിച്ചു, സംസാരവും കൊഞ്ചിക്കുഴച്ചിലുകളും നിയന്ത്രിച്ചു. ഇരീതാ സമൂഹത്തെ ദുഷിപ്പിക്കുന്നത് അവളുടെ വേഷമല്ലേ? അതുകൊണ്ട് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുൻ,
അവരുടെ അഴക് അവർ പ്രദർശിപ്പിക്കരുത്. അഴക് പ്രദർശിപ്പിക്കേണ്ട ആളുകളെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുമ്പിലല്ലാതെ അഴക് പ്രദർശിപ്പിക്കരുത്. അതുപോലെ തന്നെ അണിഞ്ഞിട്ടുള്ള ആഭരണത്തിൻ്റെ കൊലുസിൻ്റെ വളയുടെ ശബ്ദം പോലും കേൾപ്പിക്കാനായി കൈകാലുകൾ കൊട്ടരുത്, കാലുകൾ കൊട്ടരുത് എന്നുവരെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ അത് കടന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു കവാടവും അടച്ചു. വാഹനത്തിലാണെങ്കിലും ഹോസ്റ്റലിലെ ലൈബ്രറിയിലാണെങ്കിലും നിന്റെ സ്ഥാപനത്തിൻ്റെ ലൈബ്രറിയാണെങ്കിലും പഠിക്കാനാണെന്ന പേരിൽ, ചർച്ച ചെയ്യാനാണെന്ന പേരിൽ, പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനാണെന്ന പേരിൽ ഒരിടത്ത് വെച്ചും ഒരാണും ഒരന്യ പെണ്ണും ഒരു അന്യ സ്ത്രീയും തമ്മിൽ സംഗമിച്ചുകൂടാ, ഒറ്റക്കായി കൂടാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയുമായി ഒറ്റക്കായി പോകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. കാരണം അവിടെ രണ്ടാൾ തനിച്ചായി കഴിഞ്ഞാൽ മൂന്നാമനായി കൊണ്ട് ശൈത്താൻ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിന്റെ ദർശനത്തിൽ തന്നെ അറിയാതെ ഒരു നോട്ടം നിനക്ക് വന്നു പോയാൽ ലാ തുത്ബിഇൻ നദറ അന്നദറ, നിന്റെ ഒരു നോട്ടക്കഴിഞ്ഞ് മറ്റൊരു നോട്ടത്തിലേക്ക് നീ തുടരെ നോക്കരുത്. കാരണം ഒന്നാമത് നീ വിചാരിക്കാതെ നിന്നിൽ സംഭവിച്ചു പോയ നോട്ടമാണെങ്കിൽ രണ്ടാമത്തേത് നിന്നിൽ നിന്നല്ല, അത് നിനക്ക് അവകാശപ്പെട്ടതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ കൃത്യമായി എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും ഈ സമുദായത്തിൻ്റെ മുമ്പിലതാ കൃത്യമായി വരച്ച് കാണിച്ചു തന്നിരിക്കുന്നു. ആ ഒരു രൂപത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ഒരു പ്രോഫ്കോൺ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹൃദയം, നേരത്തെ ഇവിടെ ബേബി സാറ് ചോദിച്ചില്ലേ, വന്ന 3 ദിവസത്തിൻ്റെ ശേഷം ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയുണ്ടെന്ന്. അതെ, നമുക്കതിനൊരു മറുപടി പറയാനാവണം. ഞങ്ങളുടെ ഹൃദയം പ്രകാശപൂരിതമാണ്, കണ്ണ് പ്രകാശപൂരിതമാണ്, കാത് പ്രകാശപൂരിതമാണ്. ജീവിതം മുഴുവനും പ്രകാശമുള്ളതായിത്തീരണം. എന്താണതിൻ്റെ വഴി? 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 നേരം നിസ്കാരത്തിന് പുറപ്പെടുമ്പോൾ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് പുറപ്പെടുന്ന നേരത്തതാ ഒരിക്കലവിടുന്ന് ഫജർ നിസ്കാരത്തിന് പുറപ്പെടുകയാണ് പള്ളിയിലേക്ക്. ആ നേരത്ത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയ ഒരു തേട്ടമുണ്ട്. ഇപ്പോൾ അത് മനഃപ്പാടമില്ലാത്ത വല്ല സഹോദരങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളത് മനഃപ്പാടമാക്കണേ. നിങ്ങളുടെ നിസ്കാരത്തിന് പുറപ്പെടുമ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലണേ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയത്? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ وفي لساني نورا واجعل في سمعي نورا وفي بصري نورا واجعل من خلفي نورا ومن أمامي نورا واجعل من فوقي نورا ومن تحتي نورا اللهم أعطني نورا. 9 തവണയാണ് പ്രകാശത്തെ ചോദിച്ചത്. അതേ പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, ഇരുട്ട് കത്തി നിൽക്കുന്ന, കട്ട പിടിച്ചു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ലോകത്ത് ജീവിക്കുന്ന, അത് നിങ്ങളുടെ ക്യാമ്പസുകളിലെ അധാർമികതകളുടെ ഇരുട്ടാണെങ്കിലും, നിങ്ങളുടെ കുടുംബങ്ങളിലെ അധാർമികതകളുടെ ഇരുട്ടാണെങ്കിലും, നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിലെ അന്ധകാരങ്ങളുടെ ഇരുട്ടുകളുടെ ആ രൂപത്തിലുള്ള ഏത് ഇരുട്ടുകളാണെങ്കിലും നമുക്ക് നമ്മളായി ജീവിക്കാൻ കഴിയും, നമുക്ക് നമ്മളായി മുന്നോട്ട് പോകാൻ കഴിയും. ഏത് ഇരുട്ടുകളെയും ഭേദിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണെന്ന നിലക്ക് മുന്നോട്ട് പോകാനുള്ള ആർജവമാണ് ഈ ചോദിക്കുന്നത് നാഥനോട്, നമ്മെ പടച്ച നാഥനോട്. 5 നേരവും നിസ്കാരത്തിന് പുറപ്പെടുമ്പോൾ ലൈറ്റ് ചോദിക്കുകയാണ് നമ്മൾ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിയണേ. വഫീ ലിസാനി നൂറാ, എൻ്റെ നാവിൽ പ്രകാശം ചൊരിയണേ. വജഅൽ ഫീ സംഈ നൂറാ, എൻ്റെ കാതിൽ പ്രകാശം ചൊരിയണേ. വഫീ ബസരീ നൂറാ, എൻ്റെ കണ്ണുകളിൽ പ്രകാശം ചൊരിയണേ. വജഅൽ മിൻ ഖൽഫീ നൂറാ, എൻ്റെ പിന്നിലൂടെ പ്രകാശം ചുരത്തണേ.
വമിൻ അമാമീ നൂറാ, എൻ്റെ മുന്നിലൂടെയും പ്രകാശം ചൊരിയണേ. വജഅൽ മിൻ ഫൗഖീ നൂറാ, എൻ്റെ മുകളിൽ നിന്ന് പ്രകാശം ചൊരിയണേ. വമിൻ തഹ്തീ നൂറാ, എൻ്റെ അടിഭാഗത്ത് നിന്നും പ്രകാശം ചൊരിയണേ. ഇതെല്ലാം പറഞ്ഞ് അവസാനം ഒരു ചോദ്യം, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തിനീ, നീ എനിക്ക് കനിഞ്ഞ് തരണേ, നൂറാ, പ്രകാശം തരണേ. പ്രിയമുള്ളവരെ, ഏത് ഇരുട്ടുകളെയും ഭേദിച്ച് മുന്നോട്ട് പോകാൻ ആണായാലും പെണ്ണായാലും അതേ എപ്പോഴും നിങ്ങൾ ഈ പ്രാർത്ഥന പറഞ്ഞോളൂ. സർവശക്തനായ നാഥൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുട്ടുണ്ടാകാൻ പാടില്ല. ഹൃദയം ചത്തുപോയാലാണ് ഹൃദയത്തിലെ ലൈറ്റണയുന്നത്. ഹൃദയത്തിലെ ലൈറ്റണയുമ്പോഴാണ് ഹൃദയം ചത്തുപോകുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹ് അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചുപോയി എന്ന് ഖുർആൻ ഒരിടത്ത് പറഞ്ഞു. വഅലാ സംഇഹിം, അതുപോലെ തന്നെ അവരുടെ കാതുകളിലും അതുപോലെ തന്നെ കണ്ണുകളിലുമൊക്കെ ഒരുതരം മൂടിയുണ്ടെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇതൊക്കെ പ്രകാശമില്ലാതെ തോന്നിയതുപോലെ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നവന്റെ സ്ഥിതിയാണെങ്കിൽ റബ്ബിനോട് ചോദിച്ചോളൂ, അല്ലാഹ്, എൻ്റെ പ്രകാശം എൻ്റെ ഹൃദയത്തിൽ തരണേ. എൻ്റെ കണ്ണിൽ പ്രകാശം വേണം. ഈ കണ്ണിൽ പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു പെണ്ണുടലിലേക്കും നോക്കി ആസ്വദിക്കുകയില്ല. ഇത് പിന്നെ ഒരു ചിത്രത്തിലേക്കും നോക്കി ആസ്വദിക്കുകയില്ല. ഇതേത് സ്വകാര്യമായ ജീവിതത്തിലാണെങ്കിലും എൻ്റെ മൗസുകൾ മറ്റൊരു സൈറ്റുകളിലേക്ക് ഞാൻ ചലിപ്പിക്കുകയില്ല. എൻ്റെ കണ്ണുകൾ അതിലേക്ക് പോവില്ല. എൻ്റെ കാതുകൾ അശ്ലീലം കേൾക്കില്ല. എൻ്റെ കാതുകൾ ഹറാമായത് കേൾക്കില്ല. എൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് അക്രമം വരില്ല. എൻ്റെ മുന്നിൽ നിന്ന് വരില്ല, മുകളിൽ നിന്ന് വരില്ല, താഴെ നിന്ന് വരില്ല. എല്ലാ അർത്ഥത്തിലും സർവശക്തന്റെ ഒരു കാവൽ കിട്ടുന്നു. ആ കാവൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ പഠനം നന്നാകുന്നു. നമ്മുടെ പഠനം ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് എപ്പോഴാണ്? അല്ലാഹു തആല പറഞ്ഞ ഒരു വാചകം, റബ്ബ് നിങ്ങളെ കേൾപ്പിച്ച, നമ്മെ പഠിപ്പിച്ചൊരു വാചകമുണ്ട്. അതേ, ഈ ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ കളറുകളെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വർണ്ണങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പഴവർഗ്ഗങ്ങളിലും മനുഷ്യരിലും ജന്തുക്കളിലും പർവ്വതങ്ങളിലും മണ്ണിലും ഒക്കെ പല രൂപത്തിലുള്ള കളറുകളുണ്ട്, പല രൂപത്തിലുള്ള വർണ്ണങ്ങളുണ്ട്, പല രുചി വ്യത്യാസമുള്ള ഫലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാ മാത്രമാകുന്നു. അറിവിൻ്റെ ലക്ഷ്യമാണല്ല പറയുന്നത്. എന്തിനാണ് അറിവ് നേടുന്നത്? ഏത് അറിവ് നേടുന്നതും അല്ലാഹുവിനെ അറിയാനാണ്. അതേ, മനുഷ്യ ശരീരശാസ്ത്രം പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ സസ്യശാസ്ത്രം പഠിക്കുമ്പോൾ, വാനശാസ്ത്രം പഠിക്കുമ്പോൾ, ഏത് ശാസ്ത്രം പഠിക്കുമ്പോഴും അതാ അതിൻ്റെ പിന്നിലുള്ള ശക്തിയിലേക്ക് നമ്മുടെ മനസ്സെത്തുകയാണ്. അതേ, എന്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഏത് കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴും അവൻ്റെ മനസ്സ് പറയുന്നത്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല, നീ ഇതെല്ലാം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് റബ്ബേ. നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കുമാറാകണമേ. എന്താണ് ആ ചോദ്യം മനുഷ്യനെ കൊണ്ട് ചോദിപ്പിച്ചത്? അവൻ്റെ ഹൃദയത്തിൽ ലൈറ്റ് വന്നിട്ടുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ പ്രകാശം കിട്ടിയിട്ടുണ്ട്, അവൻ്റെ കണ്ണിൽ പ്രകാശമുണ്ട്. അവൻ കാണുന്നത് അവനെ തൗഹീദിലേക്ക് അടുപ്പിക്കുന്ന ചിന്തയാണ്. സർവലോക പരിപാലകനായ റബ്ബ് അവനെല്ലാം കാണുന്നു. അവനെപ്പോലെ കാണുന്നവരില്ല, അവനെപ്പോലെ കേൾക്കുന്നവരില്ല, അവനെപ്പോലെ അറിയുന്നവരില്ല, അവനെപ്പോലെ കഴിയുന്നവരില്ല. അള്ളാഹുവിനെ പോലെ കേൾക്കാനോ കാണാനോ അറിയാനോ കഴിയുന്ന ആരെങ്കിലും ഏതെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചു പോയാൽ തന്നെ അത് അല്ലാഹു പൊറുക്കാത്ത മഹാപാതകമായ ശിർക്കിലേക്കാണ് എത്തുന്നത്. അതുപോലെ തന്നെ അവൻ്റെ മനസ്സിനെ അവൻ പഠിപ്പിക്കുന്നത് എല്ലാം അറിയാവുന്ന നാഥൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ശ്രദ്ധയിൽ നിന്ന് തെറ്റിക്കൊണ്ട് എനിക്ക് യാതൊന്നും അറിയാനും ഒന്നും ചെയ്യാനും പ്രവർത്തിക്കാനും സാധ്യമല്ലല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാക്കലാണ്. സർവ്വ ഇരുട്ടുകളെയും ഭേദിച്ച് അതേ നിങ്ങൾ ചോദിച്ചതും അല്ലാത്തതുമായ സുഖങ്ങളിൽ നിന്ന് നിയന്ത്രണം വരുത്താനുള്ള ഏകമായ
മാർഗം, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങളും ഗൈഡൻസുകളും ഉപദേശ നിർദ്ദേശങ്ങളുമാണ് ഈ 3 ദിവസത്തെ ഉത്ബോധനങ്ങളിലൂടെ നിങ്ങൾ കേട്ടത്. ഈ കേട്ടതനുസരിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാകണം. അതേ, ആ മാറ്റം മരണനേരത്തുണ്ടായതുകൊണ്ട് കാര്യമായില്ല. മരണനേരത്ത് സർവ്വമനുഷ്യരും അതാ പറഞ്ഞു പോവുകയാണ്. ജീവിതത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടില്ലാത്തവൻ, അതനുസരിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവൻ, അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലാത്തവൻ, തോന്നിയ എല്ലാ സൗകര്യങ്ങളുടെയും പിറകെ സുഖങ്ങളുടെ പിന്നാലെ ഓടിപ്പാഞ്ഞവൻ മരണത്തിന്റെ മുമ്പിൽ കിടന്നുകൊടുക്കുമ്പോൾ അവൻ വിലപിക്കുകയാണ്, റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കിത്തായോ, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. എന്നെ ഒന്ന് മടക്കിത്തരാമോ? ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒട്ടേറെ സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യാനുണ്ട്. എൻ്റെ യുവപ്രായത്തിൽ എൻ്റേതായ ബാധ്യതകൾ ഞാൻ തീർക്കേണ്ട സമയത്ത് തീർക്കാതെ ഒരുപാട് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. റബ്ബേ, നീ എന്നെ ഒന്ന് പിന്തിച്ചതായോ? എവിടെ വെച്ചാണത് പറയുക എന്നൊന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ ഒരു ബൈക്ക് ആക്സിഡന്റിൽ, ഒരുപക്ഷെ ആരും വിചാരിക്കുന്നില്ല എവിടെ വെച്ചാണിത് സംഭവിക്കുന്നതെന്ന്. അതേ, രക്ഷിതാക്കളുടെ വാക്കുകൾ പോലും തെറ്റിച്ചുകൊണ്ട്, രക്ഷിതാക്കളോട് ചോദിക്കുക പോലും ചെയ്യാതെ പുലർച്ചെ 3 മണിക്ക് കാർ ഓടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കൂട്ടുകാരുടെ കൂടെ സ്വന്തം ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് വീട്ടുകാർ പോലും അറിയാതെ അതേ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴല്ലേ അപകടമുണ്ടായിട്ടൊരു സഹോദരൻ മരണപ്പെട്ടത്. ബാക്കിയുള്ള നമ്മെ പോലെയുള്ള സഹോദരങ്ങൾ ഇന്നും ICUവിലല്ലേ കിടക്കുന്നത്. അതേ, ചിന്തിക്കണ്ടേ, ഇത്രയല്ലേ നമ്മുടെ ജീവിതമുള്ളൂ. അള്ളാഹു സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുരന്തങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. പക്ഷേ സഹോദരങ്ങളെ, നീറ്റിലെ പോളയ്ക്ക് തുല്യമായ ഈ ജീവനെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ നൈമിഷികമായ ഈ ലോകത്ത് നമ്മൾ ഇതൊന്നും എനിക്ക് പറഞ്ഞതല്ല, എനിക്ക് വേണ്ടതല്ലെന്ന ചിന്താഗതിയോടെ ജീവിക്കാതെ ഞാൻ കൃത്യമായി ഒരു ബാധ്യത ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ്. ആ ബാധ്യത അതെൻ്റെ മരണനേരത്ത് മാത്രം ഞാൻ ഓർത്തതുകൊണ്ട് കാര്യമില്ല. എന്നെ ഒന്ന് മടക്കി തന്നാൽ ഞാൻ പഠിച്ചോളാം, ചിന്തിച്ചോളാം, നന്നായി കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി അത് വെറും ഒരു വാക്കാണ്. മക്കളെ, ഇനി നിങ്ങൾക്ക് ഭൂമിയിലേക്ക് മടക്കമില്ല, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ഇനി മോചനമില്ല. വമിൻ വറാഇഹിം ബർസഖുൻ, ഇനി ചെന്ന് കിടക്കാനുള്ളത് ഖബർ മാത്രമാകുന്നു. അതേ, നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞുപോയി നമ്മളതാ യാത്ര പറഞ്ഞ് പിരിഞ്ഞ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു പക്ഷേ എത്തിക്കൊള്ളണമെന്നില്ല. ക്യാമ്പസുകളിലേക്കെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, വീടുകളിലേക്കെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, കൂട്ടുകാരുടെ അടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു പക്ഷേ ലക്ഷ്യത്തിലെത്തിയേക്കാം, ഒരു പക്ഷേ അന്തിമമായ ലക്ഷ്യമേതാണോ അവിടേക്കായിരിക്കും എത്തിച്ചേരുന്നത്. അതേ, ടു ദ റൈറ്റ് ദ ഗോൾ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതേ, ത്രൂ ദ നൈറ്റ് പാത്ത് നമ്മൾ പറഞ്ഞില്ലേ. അതെന്തായിരുന്നു എന്ന് നമ്മുടെ മനസ്സകം നമ്മോട് വിളിച്ചു പറയുകയാണ്. നേരായ വഴിയിലൂടെ യഥാർത്ഥ ലക്ഷ്യമാകുന്ന പരലോകത്തിലുള്ള വിജയം. ആ വിജയത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു റൂട്ടിൽ, അതൊരു യാത്രയിലായിരിക്കാം, എവിടെ വെച്ചുമായിരിക്കാം, ഏത് സന്ദർഭത്തിലും പ്രിയമുള്ളവരെ, അതേ, സമയം കഴിഞ്ഞതിൻ്റെ ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല. പരീക്ഷാ ഹാളിൽ സമയം തീർന്ന് അവസാന ബെല്ലടിച്ചതിൻ്റെ ശേഷം അയ്യോ എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിക്കുന്ന നിലവിലേക്ക് ആരും ഒരു മൈൻഡും കൽപ്പിക്കാറില്ലല്ലോ. പക്ഷേ അവിടെയും നമുക്കൊരു സമാധാനമുണ്ട്. ഒരു പരീക്ഷയിൽ തോറ്റാലും നമുക്ക് ഉപപരീക്ഷകൾ വേറെയുണ്ട്, എഴുതിയെടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ജീവിതമാകുന്ന പരീക്ഷാ ഹാളിൽ വെച്ച് അവസാന ബെല്ലടി മലക്കുൽ മൗത്ത് വന്നടിച്ചങ്ങ് കൊണ്ടുപോകുമ്പോ ഒന്ന് മടക്കിത്തായോ എന്ന രോദനത്തിന് ഒരു കാലത്തും ഒരു വിലയില്ലാത്ത അവസ്ഥയാണ്. മാത്രമല്ല, നരകത്തിയിൽ കിടന്ന് വെന്തരിയുമ്പോഴും ഈ അട്ടഹാസം മുഴക്കും മനുഷ്യൻ. വഹും യസ്തരിഖൂന ഫീഹാ,
പാപികൾ നരകത്തിയിൽ കിടന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ടതായോ, നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത അമലുകളൊക്കെ വന്ന് ചെയ്യട്ടെ എന്ന് നരകത്തിയിൽ വെച്ചുകൊണ്ട് വിലപിക്കുന്ന നേരത്ത് അവിടെ വെച്ചൊരു ചോദ്യമുണ്ട്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽസാലിമീന മിൻ നസീർ. സൂറത്ത് ഫാത്തിറിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, നരകത്തിയിൽ വെച്ച് ആണും പെണ്ണുമൊട്ട അട്ടഹസിച്ചുകൊണ്ട് ഒന്നിതിൽ നിന്ന് പുറത്തേക്കിട്ടതായോ, ഞങ്ങളൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് അട്ടഹസിക്കുമ്പോൾ അവിടെ വെച്ചുള്ള ചോദ്യം, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഓ ചെറുപ്പക്കാരികളെ, നമ്മൾ ഇത്രകാലം ജീവിച്ചു തീർത്ത ഈ ആയുസ്, ഈ പ്രത്യേകമായ രൂപത്തിലുള്ള യൗവനം, അതേ ഈ കാലഘട്ടത്തെ പറ്റി അല്ലാഹു ചോദിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ജീവിച്ച് തീർത്തില്ലേ കുറെ കാലഘട്ടം? എത്ര കാലം നിങ്ങൾ ജീവിച്ചു? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഉപദേശം ഉൾക്കൊള്ളേണ്ടവന് ഉപദേശം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇൽമ് നേടാനും അറിവനുസരിച്ച് പ്രവർത്തിക്കാനും നന്നാകാനും ഒക്കെ നിങ്ങൾക്ക് സൗകര്യം കിട്ടുമാറ് ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്ന് അനുഗ്രഹിച്ചിരുന്നില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ആയുസ് തന്ന് നിങ്ങളെ വെറുതെ അങ്ങ് വിട്ടതുമില്ല. വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് സത്യാസത്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന മുന്നറിയിപ്പുകാരും വന്നു കഴിഞ്ഞിരുന്നില്ലേ? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരും വന്നില്ലേ? നിങ്ങൾ ഉത്ബോധനങ്ങൾ കേട്ടില്ലേ? പ്രോഫ്കോണുകളിലൂടെ, ഖുതുബകളിലൂടെ, സമ്മേളനങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, ഖുർആൻ വ്യാഖ്യാനങ്ങളിലൂടെ, ട്രാൻസ്ലേഷനുകളിലൂടെ, ഹദീസുകളിലൂടെ, ചരിത്രങ്ങളിലൂടെ, ചോദ്യോത്തരങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ, ഖണ്ഡനങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ സത്യം മനസ്സിലാക്കിയില്ലേ? ആ സത്യം മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടും അവിടെ വെച്ച് പ്രവർത്തിക്കാതെ ഇവിടെ വെച്ച് വിലപിക്കുന്നുവോ? ഈ വിലാപത്തിന് യാതൊരു വിലയുമില്ല. അതുകൊണ്ട് അവിടെ വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, ഈ 3 ദിവസം നിങ്ങളിവിടെ താമസിച്ചു പഠിച്ചപ്പോൾ അതേ നിങ്ങൾ ചിട്ടയോടെ ഇവിടെ ജീവിച്ചവരാണ്. രാവിലെ ഉണരുമ്പോഴുള്ള ദിക്ർ ചൊല്ലി ഉണർന്നവരാണ്. സുബഹിക്ക് നിങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചവരാണ്. അതേ 5 നേരത്തെ നിസ്കാരം ശ്രദ്ധിച്ചു. ഇസ്ലാമികമായ മര്യാദകളോടെ നിങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഇസ്ലാമിക മര്യാദകളോടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇസ്ലാമിക മര്യാദകളോടെ നിങ്ങൾ ഇവിടെ ജീവിച്ചു. അങ്ങനെ എല്ലാ രംഗത്തും നിങ്ങൾ തിന്മകളോട് ഇവിടെ വന്ന ദിവസങ്ങളിലൊക്കെ വിട പറഞ്ഞു. മനസ്സമാധാനത്തോടെ നിങ്ങൾ ഇവിടെ സംഗമിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിശ്വാസരംഗത്തുള്ള അറിവുകൾ, ഗൈഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്നും പൂർണ്ണമല്ല. ചില ഗൈഡൻസുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കർമ്മരംഗത്തേക്കുള്ള ചില ചൂണ്ടുപലകകൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടപ്പെട്ടിട്ടുണ്ട്. സാംസ്കാരിക രംഗത്ത്, ധാർമ്മിക രംഗത്ത് മുറുകെ പിടിക്കേണ്ടുന്ന മൂല്യവത്തായ ചില അമാനത്തുകൾ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. ഈ പഠിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഉപകാരമുള്ള അറിവാകുന്നത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതേ, നിങ്ങൾ നിസ്കരിക്കണം എന്ന് പഠിച്ചാൽ ആ അറിവ് ഉപകാരപ്പെടുന്നത് നിസ്കരിക്കുമ്പോൾ മാത്രമാണ്. ഹറാം ചെയ്യരുത്, നോക്കരുത്, കാണരുതെന്ന അറിവ് കിട്ടിയാൽ ആ അറിവ് ഉപകരിക്കുന്നത് അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ്. അതാണ് ആ അറിവ് നേടുന്തോറും ഖശിയത്ത് വർദ്ധിക്കണം. അറിവ് നേടുന്തോറും റബ്ബിനെ കുറിച്ചുള്ള പേടി വർദ്ധിക്കണം. അതാണ് ഇന്നമാ യഖ്ശല്ലാഹ, നിശ്ചയം അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്, അൽ ഉലമാ, കാര്യങ്ങൾ ശരിക്ക് അറിഞ്ഞവർ മാത്രമാകുന്നു. അപ്പൊ അറിവ് ദൈവഭയത്തിനുള്ളതാണ്, അറിവ് പ്രവർത്തിക്കാനുള്ളതാണ്. അതാണ് അല്ലാഹു മറ്റൊരു സ്ഥലത്ത് ചോദിച്ചത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. നബിയെ ചോദിക്കൂ, അറിവ് നേടിയവരും അറിവ് നേടാത്തവരും സമമാകുമോ? അറിവ് നേടിയവരും നേടാത്തവരും സമമാകാൻ പാടില്ല.
നിങ്ങൾ അറിവ് നേടിയവരാണ്. നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതെ, നാടുകളിലേക്ക്, വീടുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അതെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതെന്താ? എനിക്കൊരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എനിക്കിതിലൂടെ കിട്ടിയതാണ്. പക്ഷേ നമ്മൾ മാത്രമാണ് മാറിയിട്ടുള്ളതെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പിരിഞ്ഞു പോകുന്ന ക്യാമ്പസ് ഇപ്പോഴും പഴയപടിയാണ്. നിങ്ങൾ താമസിച്ച ഹോസ്റ്റൽ ഇപ്പോഴും പഴയപടിയാണ്. നിങ്ങളുടെ കൂട്ടുകാരിപ്പോഴും പഴയപടിയാണ്. നിങ്ങളുടെ വീട്ടുകാരിപ്പോഴും പലപ്പോഴും പഴയ വീട്ടുകാരാണ്. ഒരു മാറ്റം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ചില പ്രകടനങ്ങളും ചില പ്രത്യേകതകളും ചില മാറ്റങ്ങളുമൊക്കെ ഇതിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിനിയിൽ ദൃശ്യമാകുമ്പോൾ പലപ്പോഴും പരിഹാസങ്ങൾ സ്വാഭാവികമാണ്. അതെന്തടാ, നീ ഒരു മൊല്ലയായോ? നീ പോകുമ്പോഴുള്ള കോലമല്ലല്ലോ, പാൻ്റൊന്ന് കയറിപ്പോയല്ലോ. അതേ, മ്യൂസിക് കേട്ടിരുന്നവൻ ഇപ്പോൾ അത് ഹറാമെന്ന് പറയുന്നുവല്ലോ. എന്തടാ നിന്റെ കണ്ണിപ്പോ TV തുറന്ന് സിനിമയിലേക്ക് പോകാത്തത്? അതൊന്നും ഈ കാലഘട്ടത്തിൽ പറ്റിയതല്ല മോനെ എന്ന് ഒരുപക്ഷെ വിളിച്ചു പറയുന്ന മാതാവുണ്ടാകും, ഒരുപക്ഷെ വിളിച്ചു പറയുന്ന പിതാവുണ്ടാകും, ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ടാകും, ഒരുപക്ഷെ അതിന് തീരെ വിഘാതമായി നിൽക്കുന്ന ക്യാമ്പസുകളുണ്ടാകും, രക്ഷിതാക്കളുണ്ടാകും, കൂട്ടുകാരുണ്ടാകും. മാറ്റം നിങ്ങൾക്കേ വന്നിട്ടുള്ളൂ. നിങ്ങൾ ചെല്ലുന്നിടങ്ങളിൽ ഈ മാറ്റം കണ്ടുകൊള്ളണമെന്നില്ല. അവിടെയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി സൂക്ഷിക്കേണ്ടത്. പതറിപ്പോകരുത്, ഒരിക്കലും പിന്മാറിപ്പോകരുത്. നിങ്ങളെ പിന്മാറ്റാൻ പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ, നിങ്ങളെ പ്രതിരോധിക്കാൻ പല രൂപത്തിലുള്ള അടവുകളുമായി പലരും രംഗത്ത് വരുമ്പോൾ ഞാനിനി എന്തു ചെയ്യും? ക്യാമ്പസിൽ ഞാൻ ഒറ്റക്കല്ലേ? കുടുംബത്തിൽ ഞാൻ ഒറ്റക്കല്ലേ? സമൂഹത്തിൽ ഞാൻ ഒറ്റക്കല്ലേ? ഞാനും അവരോടൊപ്പം ഈ അഴുക്ക് ചാലിലെ ഒരു തുള്ളിയായി ഒഴുകാം എന്നൊരാളും ചിന്തിച്ചു പോകരുത്. അതേ, എവിടെയും നിർഭയമായി ഇടപെടണം, എവിടെയും നിർഭയമായി കയറി ചെല്ലണം. ഞാനൊരു മുസൽമാനാണ്, ഞാൻ ഒറ്റക്കല്ല, എൻ്റെ റബ്ബ് കൂടെയുണ്ടെന്ന ബോധം വേണം. അതേ, മഹാനായ മൂസ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം രണ്ടാളെയും ഇസ്ലാമിക പ്രകാശത്തിലേക്ക് വിളിക്കാൻ, അതേ, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും തോന്നിവാസങ്ങളുടെയും അധികാരദണ്ഡിന്റെയും അന്ധത ബാധിച്ചിട്ടുള്ള ഫറോവയുടെ ഇരുളടഞ്ഞ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാൻ മൂസ നബി അലൈഹിസ്സലാം നിയുക്തനായപ്പോ, ഹാറൂൻ നബി അലൈഹിസ്സലാം നിയുക്തരായപ്പോ അവർ രണ്ടാളും റബ്ബിനോട് ഒരു ആശങ്ക പങ്കുവെച്ചു. പഠിക്കണം നമ്മൾ. മൂസ നബിയും ഹാറൂൻ നബി ആയിട്ട് പോലും അവരുടെ മനസ്സിൽ ഒരു പേടി, അത് റബ്ബിനോട് പ്രാർത്ഥനാസ്വരത്തിൽ പുറത്തു വരികയാണ്. ഖാലാ റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. റബ്ബേ, ഞങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു, ആ ഫിർഔൻ ഞങ്ങളുടെ മേൽ അതിരുവിട്ട് പ്രവർത്തിക്കുമോ, അവൻ അതിക്രമം കാണിക്കുമോ? ഞങ്ങൾ ക്ഷണിക്കുന്ന സമാധാനത്തിൻ്റെ സന്ദേശത്തിലേക്ക് ആ ലൈറ്റ് കാണിക്കുമ്പോൾ ആ പ്രകാശധാരയിലേക്ക് വരാൻ ഇരുട്ടറയിൽ തപസ്സിരിക്കുന്ന ഇരുട്ടിൻ്റെ നായകന് അവനതിന് കഴിയാതെ അവൻ വെപ്രാളം കൊണ്ട് ഞങ്ങളുടെ നേരെ പാഞ്ഞെടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കാരുണ്ടാകുമെന്ന് ആശങ്ക റബ്ബിൻ്റെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ അല്ല പറയുന്നു, അതേ, ഈ പ്രോഫ്കോൺ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളോട്, ഇരുട്ടിന്റെ കേന്ദ്രങ്ങളിലേക്ക് കയറി ചെല്ലുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ ധാർമ്മിക യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സഹോദരങ്ങളോട് പടച്ച റബ്ബ് മൂസ നബി അലൈഹിസ്സലാമിനോട്, ഹാറൂൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ ആശ്വാസത്തിന്റെ തെളിനീരൊന്ന് പറയട്ടെ. റബ്ബെന്താ സമാധാനിപ്പിച്ചത്? ഖാൽ, അല്ലാഹു പറഞ്ഞു, മൂസ, ഹാറൂനെ, ലാ തഖാഫാ, നിങ്ങൾ രണ്ടാളും ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഇന്നനീ മഅകുമാ, ഞാൻ നിങ്ങളുടെ രണ്ടാളുടെയും കൂടെയുണ്ട്. എങ്ങനെ കൂടെയുണ്ട്? അസ്മഉ, ഞാനെല്ലാം കേൾക്കുന്നവനായി, വഅറാ, ഞാനെല്ലാം
കാണുന്നവനായി, എല്ലാം കണ്ടും കേട്ടും നിങ്ങൾക്ക് സഹായിയായിക്കൊണ്ട് ഞാനുണ്ട് കൂടെ മൂസ, ഞാനുണ്ട് കൂടെ ഹാറൂനെ. ധൈര്യമായി ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ പൊരുതാൻ ഇറങ്ങിക്കോളോ എന്ന് സർവശക്തനായ നാഥൻ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി മിത്രങ്ങളെ, നമുക്ക് നമ്മുടെ കൂടെ നാഥനുണ്ട്. മാറ്റങ്ങളുടെ വലിയ രൂപത്തിലുള്ള സന്തോഷവുമായിക്കൊണ്ട് ഇവിടം വിട്ട് പിരിഞ്ഞു പോകുന്ന നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. ഇനി ഒരു ചെളിക്കുണ്ടിലേക്ക് ഞാനില്ല, ഇനി ഒരു അഴുക്ക് ചാലിലേക്ക് ഞാനില്ല. ഞാനിതാ പ്രകാശത്തിന്റെ ധാര എൻ്റെ കണ്ണിലും കാതിലും കൽബിലും എൻ്റെ ജീവിതത്തിലെല്ലാം മുന്നിലും പിന്നിലും മുകളിലും താഴെയും സർവരംഗത്തും അത് ചോദിക്കാനുള്ള അടങ്ങാത്ത ആവേശവും നിർദ്ദേശവുമായി കൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ നാഥൻ എനിക്ക് കാവലുണ്ടാകുമെന്ന ബോധത്തോടുകൂടി അതേ നമ്മുടെ മനസ്സിൽ എപ്പോഴും അതുണ്ടാകണം. പിന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അതേ നിങ്ങളൊരു കാര്യം എപ്പോഴും അന്വേഷണത്വരയോടുകൂടെ കാര്യങ്ങൾ ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ സംഭവം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. സത്യം മനസ്സിലായാൽ പിന്നെ ആരുടെ രൂപത്തിലുള്ള തിട്ടൂരങ്ങൾക്കും കാത്തു നിൽക്കേണ്ടതില്ല. ആരെതിർത്താലും വഴങ്ങിക്കൊടുക്കണ്ട. ആരുടെ എതിർപ്പുകളെയും നിങ്ങൾ തൃണവൽഗണിച്ചേക്കൂ. നിങ്ങളൊരു സംഭവം ഓർക്കുന്നുണ്ടോ? മഹാനായ മൂസനബി അലൈഹിസ്സലാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ മൂസനബിയുടെ ജനത, അതേ ആ സമൂഹത്തിന്റെ എതിരാളികളായ ഫിർഔനും അവന്റെ അനുയായികളും പറഞ്ഞു, മൂസ കാണിക്കുന്നത് മാജിക് മാത്രമാണ്, അതുകൊണ്ട് നിന്നേക്കാൾ വലിയ മാജിക് കാണിക്കുന്ന മജീഷ്യന്മാരെ ഞങ്ങൾ കൊണ്ടുവരാം. ഒരു സംവാദത്തിന്, മത്സരത്തിന് നീ തയ്യാറുണ്ടോ? തയ്യാറായി. മൂസനബി അലൈഹിസ്സലാം തയ്യാറായി. സംവാദത്തിന് വേദി ഒരുങ്ങി. അവരുടെ കയ്യിലുള്ള വടികളും കയറുകളും നിലത്തേക്കിട്ടു. അത് പാമ്പായി ഇഴയും പോലെ മൂസനബിക്ക് തോന്നി. മൂസനബിയുടെ മനസ്സിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചേക്കുമോ എന്ന ഒരാശങ്കയുണ്ടായപ്പോ അല്ലാഹു പറഞ്ഞു, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ. മൂസ പേടിക്കേണ്ടതില്ല, നിന്റെ വടി നിലത്തേക്കിടുന്നതോടുകൂടി ഇവരുടെ വ്യാജ കള്ളപ്പാമ്പുകളെയൊക്കെ നിന്റെ വടി കൊത്തി വിഴുങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞ് മൂസനബി അലൈഹിസ്സലാമിന്റെ പ്രകടനം അങ്ങ് നടന്നപ്പോ അതേ മജീഷ്യന്മാര്, ഈജിപ്തിലുള്ള വലിയ മജീഷ്യന്മാര്, അവർക്ക് കാര്യം ബോധ്യമായി. മൂസ കാണിക്കുന്നത് മാജിക് അല്ല, തികച്ചും ദൈവീകമായ ദൃഷ്ടാന്തം തന്നെ. ആ സമയത്ത് മജീഷ്യന്മാര് മുസ്ലിമീങ്ങളാവുകയാണ്. മജീഷ്യന്മാര് മുസ്ലിമീങ്ങളാവുകയാണ്. ഇന്നാ ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവിടെ വെച്ച് സത്യം മനസ്സിലായപ്പോൾ ഉടനെ തന്നെ അങ്ങ് വിശ്വസിക്കുകയാണ്. അധികാരിയായ ഫറോവ ചോദിച്ചു, ഞാൻ കൊണ്ടുവന്ന നിങ്ങൾ എൻ്റെ അനുവാദം കിട്ടുന്നതിൻ്റെ മുമ്പ് അങ്ങ് മാറിപ്പോവുകയാണോ? നിങ്ങളുടെ കൈകാലുകൾ ഞാൻ കൊത്തിമുറിക്കും, നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കുമെന്ന് അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് ഫറോവ എന്ന ഇരുട്ടിൻ്റെ ശക്തി ആക്രോശിച്ചപ്പോൾ, കൊഞ്ഞനം കുത്തിയപ്പോൾ അതേ ഇന്ന് സത്യമെങ്ങ് ഹൃദയത്തിലേക്ക് പ്രവേശിച്ച, രാവിലെ കാഫിറുകളും മത്സരബുദ്ധിയോടെയും കയറി വന്ന അതേ മജീഷ്യന്മാര് പറഞ്ഞ വാചകം പ്രോഫ്കോൺ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥിനികളുടെ മനസ്സിൽ കോറിയിടണം നിങ്ങൾ. ഫിർഔനിനോട് അവരൊരു വാക്ക് പറഞ്ഞു. ഖാലൂ, ആ മജീഷ്യന്മാർ, സത്യം മനസ്സിലായി സത്യത്തെ പുൽകിയ ആ മജീഷ്യന്മാർ, സത്യം വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട ആളുകൾ ഒരു വാചകം പറയുകയാണ്. ഖാലൂ, അവര് പറഞ്ഞു, ലന്നു ഉസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ. ഫിർഔനേ, നിനക്ക് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല, നിനക്ക് ഞങ്ങൾ ഒരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. ഏതിനേക്കാൾ ഞങ്ങൾക്ക് കൃത്യമായി വന്നു കിട്ടിയ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ള വ്യക്തമായ തെളിവുകളേക്കാൾ ഞങ്ങൾ നിനക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല. തെളിവാണ് ഞങ്ങൾക്ക് പ്രധാനം. നിന്റെ അധികാരമല്ല, നിന്റെ സ്ഥാനമല്ല, നിന്റെ പണമല്ല, നിന്റെ പ്രതാപമല്ല, സൗകര്യമല്ല. ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങൾക്ക് കിട്ടിയ ബയ്യിനാത്തുകളാണ്. വല്ലദീ ഫതറനാ,
ഞങ്ങളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ അല്ലാഹുമാകുന്നു ഞങ്ങൾക്ക് വലുത്. അതുകൊണ്ട് ഫഖ്ലി മാ അൻത ഖാൽ, വിധിക്കുന്നതെന്തും വിധിച്ചോ, കൈകാലുകൾ കൊത്തിമുറിച്ചോ ക്രൂശിച്ചോ എന്തും വേണമെങ്കിൽ ചെയ്തോ. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയാ, ഭൗതിക ലോകത്തല്ലേ നിനക്ക് വിധിക്കാൻ അധികാരമുള്ളൂ. വല്ലാഹു ഖൈറും വഅബ്ഖാ, അല്ലാഹുവാണ് ഏറ്റവും നല്ലത്, എന്നെന്നും ബാക്കിയാകുന്ന നാഥൻ അവനാണ്. ആ സുഖങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്, ആ സുഖങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് തൗബ ചെയ്ത് പിരിഞ്ഞു പോവുകയാണ്. ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരണം. നീ ഞങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങോട്ട് മാജിക്ക് കാണിക്കാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതിൻ്റെ പാപഭാരവും അല്ല പുറത്തു തരണം, ഞങ്ങൾക്ക് അവിടെ സ്വർഗം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം മനസ്സിലായപ്പോൾ അത് കൃത്യമായി തന്നെ ഉൾക്കൊണ്ട മജീഷ്യന്മാർ അവര് പറഞ്ഞ വാചകം ഒന്നുകൂടി മനസ്സിൽ കോറിയിടൂ. ലന്നുസിറക, നിനക്ക് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അലാമാ ജാഅനാ മിനൽ ബയ്യിനാത്ത് വല്ലദീ ഫതറനാ, ഞങ്ങൾക്ക് മനസ്സിലായ സത്യത്തിൻ്റെ തെളിവുകളേക്കാൾ, വ്യക്തമായ തെളിവുകളേക്കാൾ ആർക്കും ഒരു വിലയുമില്ല. അതുകൊണ്ട് കാര്യം മനസ്സിലായ വിദ്യാർത്ഥികളെ, അധർമ്മം എന്താണെന്ന് പഠിച്ചവരെ, അനീതി എന്താണെന്നറിഞ്ഞവരെ, അശ്ലീലം എന്താണെന്നറിഞ്ഞവരെ, ശിർക്ക് എന്താണെന്ന് ഗൈഡൻസ് കിട്ടിയവരെ, തൗഹീദ് എന്താണെന്നതിലേക്കുള്ള ചൂണ്ടുപലകകൾ ലഭിക്കപ്പെട്ടവരെ, സന്മാർഗം എന്താണെന്നറിഞ്ഞവരെ, ദുർമാർഗം എന്താണെന്നറിഞ്ഞവരെ, പ്രകാശം എന്തെന്നറിഞ്ഞവരെ, ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ഏറ്റവും വലിയ കാളിമയാർന്ന ഷർറും തിന്മയും എന്തെന്ന ബോധവൽക്കരണം കിട്ടിയ പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ നിങ്ങൾ ചെല്ലുന്ന ക്യാമ്പസിൽ നിങ്ങൾക്കാരും വലുതാവരുത്. ഇതിനേക്കാൾ നിങ്ങൾ കടന്നു ചെല്ലുന്ന കുടുംബങ്ങളിൽ നിങ്ങൾക്കാരും വലുതാവരുത്. ഇതിനേക്കാൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിൽ നിങ്ങൾക്കാരും വലുതാവരുത്. നിങ്ങൾക്ക് വലുത് സത്യമായിരിക്കണം, നിങ്ങൾക്ക് വലുത് നമ്മെ പടച്ച റബ്ബായിരിക്കണം. അതേ ബയ്യിനാത്തും വല്ലദീ ഫതറനാ, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവുമായിരിക്കണം. ആ നിലക്കുള്ള ഒരു ബോധമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ആ വെളിച്ചം നിങ്ങളുടെ മനസ്സിൽ അടക്കി വെക്കാനുള്ളതല്ല, നിങ്ങൾ കഴിയുന്നത്ര വെളിച്ചം പ്രസരിപ്പിക്കണം. നിങ്ങളുടെ ക്യാമ്പസുകളിൽ, നിങ്ങളുടെ വീടുകളിൽ ഈ സത്യത്തിൻ്റെ സന്ദേശം നിങ്ങൾ പ്രചരിപ്പിക്കണം. നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ മാത്രമുള്ളതാണെങ്കിൽ, നാം പഠിച്ചത് നമുക്ക് പ്രവർത്തിക്കാൻ മാത്രമുള്ളതാണെങ്കിൽ, സൂറത്തുൽ അസ്റിൽ അല്ലാഹു ഇത്ര ദീർഘമായി 2 ആയത്ത് പറയേണ്ടിയിരുന്നില്ല. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികൾക്കറിയില്ലേ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. അവിടെ ഒന്ന് ചിന്തിക്കൂ, മാനവ സമൂഹം മുഴുവനും നരകത്തിലാണ്, പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ നിന്ന് കരകയറാൻ 4 ഗുണങ്ങൾ എന്നിലും നിങ്ങളിലും നിർബന്ധം. 4 ഗുണങ്ങൾ നിർബന്ധം. ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസികളൊഴികെ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമൊഴികെ. ആ സൂറത്ത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നുവെങ്കിൽ എൻ്റെ പ്രോഫ്കോണിൽ വന്ന ശ്രോതാക്കളെ നമുക്ക് സമാധാനിക്കാമായിരുന്നു. പ്രോഫ്കോണിൽ നിന്ന് നേടിയെടുത്ത ഊർജമനുസരിച്ച് ഞാൻ ജീവിക്കും, ഞാൻ പ്രവർത്തിക്കും, പിന്നെ എനിക്കാരോടും കടമയില്ലെന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ബാധ്യതകളിൽ നിന്ന് ഓടിയൊളിച്ച് നമുക്ക് നമ്മുടേതായ ലോകത്തേക്ക് ചുരുങ്ങിക്കൂടാമായിരുന്നു. പക്ഷേ റബ്ബ് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. വതവാസൗ ബിൽ ഹഖി, ഹഖ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതുകൊണ്ട് പരസ്പരം നന്നായി ഉപദേശിക്കണേ. ഇതും നമ്മുടെ കടമയാണ്. ആ മാർഗത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പുകൾ നഷ്ടപ്പെടും, മുമ്പുണ്ടായിരുന്ന ബന്ധങ്ങൾ ഒഴിഞ്ഞു പോകും. പക്ഷേ പതറിപ്പോകരുത്. എന്നാലും നിങ്ങൾ അവരോട് വെറുപ്പ് കാണിക്കരുത്. നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളുടെ സഹപ്രവർത്തകരോട്, ഹോസ്റ്റലിലെ സഹപ്രവർത്തകന്മാരോട്, ഒരുമിച്ച് കഴിയുന്നവരോട്, വീട്ടിലെ ഉമ്മയോട്, കുടുംബങ്ങളോട്, അയൽക്കാരോട് സ്നേഹത്തോടെ ഇടപെടൂ. അവർ നിങ്ങളെ എതിർത്തേക്കും പരിഹസിച്ചേക്കും, പക്ഷേ മാറിപ്പോകരുത്. ഘട്ടം ഘട്ടമായി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കണം. മാറ്റങ്ങൾ അവരിലും ഉണ്ടാകും. ആരെയും വെറുക്കണ്ട, നസീഹത്തോടെ പറഞ്ഞു കൊടുക്കൂ. ഒരു വേള ഇനി പിരിയേണ്ടി വന്നാൽ പിരിയുകയും ചെയ്യണം. ബന്ധങ്ങളൊന്നും നമുക്ക് റബ്ബിനേക്കാൾ വലുതല്ല. പക്ഷേ
പിരിയൽ ആദ്യമായിരിക്കരുത്, അത് അവസാനം ചെയ്യേണ്ടതാണ്. നമുക്കങ്ങനെയാണ്. അൽ ഹുബ്ബു ലില്ലാഹ് വൽ ബുഗ്ദു ലില്ലാഹ്. സ്നേഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, പിരിയുന്നതും അല്ലാഹുവിന് വേണ്ടി. റബ്ബിന് വേണ്ടി അടുത്തു, റബ്ബിന് വേണ്ടി പിരിഞ്ഞു. അതേ ആരോടെങ്കിലും അടുക്കുന്നു, റബ്ബിന് വേണ്ടി ആരോടെങ്കിലും അതേ അവസാനമായ ഒരു ഗതിയുമില്ലാതെ വരുമ്പോ പിരിഞ്ഞു പോകേണ്ടി വരുന്നു. ആർക്ക് വേണ്ടി? മറ്റൊരു ഭൗതിക നേട്ടത്തിനുമല്ല, ലില്ലാഹ്, റബ്ബിന് വേണ്ടി. അതല്ലെങ്കിൽ ഫില്ലാഹ്, അല്ലാഹുവിൻ്റെ ആദർശത്തിന് വേണ്ടി. അതേ അതിലൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് വലിയ സഹനം ഈ മേഖലയിൽ ഉണ്ടാകണം. അങ്ങനെ നാം നേടിയെടുത്ത പ്രകാശം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അതവർക്ക് സന്നിവേശിപ്പിച്ചു കൊടുക്കുമ്പോ സബർ നല്ലോണം വേണം. അതാണല്ലോ പറയുന്നത് വതവാസൗ ബിസ്സബ്ർ. ആ സൂറത്തിന്റെ അവസാന ഭാഗം ക്ഷമ കൊണ്ടും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയണം, ക്ഷമ കൊണ്ട് ഉപദേശിക്കാനും കഴിയണം. അങ്ങനെ നന്മ പറയുമ്പോൾ ഉണ്ടാകുന്ന ക്യാമ്പസിലെ പ്രയാസങ്ങളുണ്ട്, സമൂഹത്തിലെ പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റപ്പെടും, പ്രയാസങ്ങളുണ്ടാകും. അതേ ഒരു ഒഴുക്കിനെതിരെയാണ് നിങ്ങൾ നീന്താൻ പോകുന്നത്, ഒരു തുള്ളിയുടെ കൂടെ ഒഴുകാനല്ല നിങ്ങൾ പോകുന്നത്. മുസൽമാൻ, ഞാനൊരു മുസ്ലിമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിച്ചാൽ മാത്രം പോരാ, ആ ക്ഷണമനുസരിച്ച് ഞാൻ അമല് ചെയ്യുന്നു, മുസൽമാനാണ് ഞാനെന്ന് പ്രഖ്യാപിക്കുന്നു. എവിടെയും നിന്റെ ഐഡന്റിറ്റി നീ കാത്തു സൂക്ഷിക്കുന്നു. ഞാനൊരു എംഎസ്എമ്മുകാരനാണ്, ഞാനൊരു മുസ്ലിമാണ്. അതേ ഈ ഒരുമിച്ചിരുന്ന 3 ദിവസത്തെ ജീവിതത്തിനിടക്ക് ഒരുപാട് പുതിയ ബന്ധങ്ങൾ, ഒരുപാട് പുതിയ എംഎസ്എമ്മുമായുള്ള സൗഹൃദങ്ങൾ, അതേ നല്ലൊരു രൂപത്തിലുള്ള ബന്ധങ്ങൾ, എത്രയോ പ്രോഫ്കോണുകളിലൂടെ ആ നിലക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടായി. അതേ ഇസ്ലാമികമായ നിലക്ക് ജീവിക്കുവാൻ സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള എത്രയോ പ്രിയപ്പെട്ട ആളുകൾ. അതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ എന്നും നമുക്ക് ആശ്വാസം പകരുന്നതാണ്. അതാണ് പരലോകത്ത് ഉപകരിക്കുന്ന സുഹൃൽ ബന്ധങ്ങൾ. അല്ലഖില്ലാഉ യൗമഇദിൻ. അതേ അന്നുള്ള എല്ലാ കൂട്ടുകാരും പരസ്പരം ശത്രുക്കളായിരിക്കും പരലോകത്ത് കാണുമ്പോൾ. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളൊഴികെ. മുത്തഖീങ്ങൾ ശത്രുക്കളല്ല, ഇവിടെ മിത്രങ്ങൾ, അവിടെയും മിത്രങ്ങളാണ്. തഖ്വയുടെ പേരിൽ ഒന്നിച്ചവരാണ്, തഖ്വയുടെ പേരിൽ പിരിഞ്ഞവരാണ്. അവരവിടെയും ബന്ധങ്ങളുണ്ട്, അവരവിടെയും സ്നേഹത്തിലാണ്. അല്ലാത്ത ഇവിടെ ഏത് വലിയ ക്ലോസ് ഫ്രണ്ടാണെങ്കിലും തോന്നിവാസത്തിലേക്ക് തന്നെ ക്ഷണിച്ച കൂട്ടുകാരൻ നരകത്തിയിൽ അവനെ കാണുമ്പോൾ പറയുകയാണ്, സ്വർഗത്തിൽ കഴിയുന്ന യഥാർത്ഥ വിശ്വാസി തന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നിരീശ്വര നിർമ്മത അധർമ്മ അശ്ലീല രംഗത്തേക്ക് കൊണ്ടുപോയി തന്നെ ആ രൂപത്തിൽ അധപ്പതിപ്പിക്കാൻ ശ്രമിച്ചവനെ നരകത്തിയിൽ എത്തി നോക്കി കാണുമ്പോൾ അതേ അവൻ സന്തോഷത്തോടെ ഓർക്കുന്നുണ്ട്. ഫലതേ സർവശക്തനായ റബ്ബ് എന്നെ കാത്തുരക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് ആ നരകത്തിയിൽ കടക്കാതെ ഈ സ്വർഗലോകത്ത് നല്ല രൂപത്തിൽ കഴിയാൻ സാധ്യം വന്നത് എന്ന് വിശ്വാസികളായ ആളുകൾ അവിടെ വെച്ച് പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ പ്രായം ശരിക്ക് ഉപയോഗപ്പെടുത്തണം. ഒരു തണലുമില്ലാത്ത ലോകത്ത് സർവശക്തനായ നാഥൻ പരലോകത്ത് തണലിട്ട് കൊടുക്കുന്ന വിഭാഗത്തെ എണ്ണിയപ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് സർവലോക പരിപാലകന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാര്, അവർക്കാണ് തണല്. ഈ പ്രായം പിന്നിട്ടിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഏറ്റവും ചോദിക്കപ്പെടുന്ന പ്രായം അവന്റെ യൗവനത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. അതെന്തിലാണ് നശിപ്പിച്ചത്? എന്തിലാണ് നിന്റെ യൗവനം ആടിത്തിമർത്തത്? കൃത്യമായ ചോദ്യത്തിന് മറുപടി നമ്മളെല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊന്നിച്ചു ചേരേണ്ടത് സ്വർഗത്തിലാണ്. മാലാ ഐനുൻ
റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സുഖലോലുപതയുടെ സ്വർഗം. വമാ ലാ ഉദുനുൻ സമീഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുഖലോലുപതകളുടെ ആനന്ദങ്ങളുടെ സ്വർഗം. ഒരു ഹൃദയത്തിലും ചിന്തയിലും ഇന്നുവരെ നിരൂപിക്കാൻ വരെ സാധിച്ചിട്ടില്ലാത്ത സുഖലോലുപതയുടെ ലോകമായ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ, ആ സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലക്കുകൾ ആശീർവദിക്കുന്ന ഒരു വാചകമുണ്ട്. സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും, സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. നിങ്ങൾ സഹിച്ചതുകൊണ്ട് അതേ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റി. അപ്പൊ സ്വബറാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. നന്മ ചെയ്യാൻ നല്ല സബർ വേണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ നല്ല സഹനം വേണം. സുബഹിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നല്ല സഹനം വേണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും സബർ വേണം. കണ്ണൊന്ന് നിയന്ത്രിക്കാൻ, കൈയൊന്ന് അടക്കി വെക്കാൻ, മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, റബ്ബേ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നല്ല സഹനം വേണം. ഈ ലോകത്തുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളിൽ സഹിക്കാനും ക്ഷമിക്കാനും നല്ല സബർ വേണം. ഇങ്ങനെ സബറിൻ്റെ എല്ലാം അനുഭവിച്ചവർക്കാണ് സ്വർഗം. അവരോടാണ് അല്ലാഹ് പറയുന്നത്, സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും. നിങ്ങൾ സഹിച്ചവരാണ്, ക്ഷമിച്ചവരാണ്. ക്ഷമയുടെ പ്രതിഫലമാണ് ഈ സ്വർഗമെന്ന്. അതുകൊണ്ട് ക്ഷമയാണ് നമ്മുടെ മുഖമുദ്ര. ആ നിലക്ക് നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും എല്ലാ രംഗത്തും അതേ പാകപ്പെട്ട മനസ്സുമായി പിരിഞ്ഞു പോയാൽ, അതേ ഈ പിരിയുന്ന നേരത്ത് പോലും, വാഹനത്തിലേറുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എനിക്ക് സഹായം തേടാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല, സർവശക്തനായ റബ്ബല്ലാതെ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ ഹാദാ സഫരി അൽ ബിർറ വത്തഖ്വാ വമിനൽ അമലി മാ തർദാ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഅദ. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫതു ഫിൽ അഹ്ൽ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇ السفر وكآبة المنظر وسوء المنقلب في المال والأهل. സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിലേറി യാത്രയാകുമ്പോൾ പറയുന്ന പ്രാർത്ഥന, റബ്ബേ നീയാണ് തുണ, നീയാണ് എൻ്റെ കൂട്ടുകാരൻ, നീയാണ് എന്നെ എല്ലാം സംരക്ഷിക്കുന്നത്. യാത്രയുടെ ദുർഘടതകളിൽ നിന്ന് കാവല് തരണേ, യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്ന് കാവല് തരണേ. ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ ഉണ്ടാവരുതേ, ഇഷ്ടമില്ലാത്ത രംഗങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരരുതേ. നിന്റെ കാവലുണ്ടാകണം എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ജനത്തിലും. നിന്റെ കാവലും നോട്ടവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹമിദൂൻ, പശ്ചാത്തപിക്കുന്നവരായ നിലയിൽ, ഖേദിച്ചു മടങ്ങുന്നവരായ നിലയിൽ, റബ്ബിന് സർവസ്തുതികളും അർപ്പിക്കുന്നവരായ നിലയിൽ, അതേ നാഥാ നിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് നിനക്ക് മാത്രം ആരാധിക്കുന്ന ആബിദുകളാവാമെന്ന രൂപത്തിലുള്ള മാനസിക കരുത്തോടുകൂടി, തയ്യാറെടുപ്പോടുകൂടിയാണ് പ്രിയമുള്ളവരെ നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. അങ്ങനെ പിരിഞ്ഞുപോയി യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനപൂർണമായ ഒരു ജീവിതത്തിന് നമുക്ക് തൗഫീഖ് ഉണ്ടാകണം. ആ ഒരു തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വളരെയേറെ ക്ഷീണിതരാണ്, പ്രയാസമുള്ളവരാണ്, ദൂരദിക്കുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഇനിയും സുദീർഘമായ ഒരു സംസാരത്തിന് മുതിരാതെ, അല്ലാഹുവേ ഞങ്ങൾ കേട്ടതായ കാര്യങ്ങളെല്ലാം ഉപകരിക്കുമാറാകണേ എന്ന പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുകയും, നാദാ സ്വീകരിച്ചാലും 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 എന്ന നിലക്ക് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എത്രയോ പ്രോഫ്കോണുകളിൽ പങ്കെടുത്തവർ, 18ഓളം പ്രോഫ്കോണുകളായി, 1ലും 2ലും 3ലും ഈ 18 വരെയുള്ള പ്രോഫ്കോണുകളിലായി പലരും ഇന്ന് ഖബറിടത്തിലാണ്. അല്ലാഹുവേ
അല്ലാഹുവേ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരുടെ, ഞങ്ങളുടെ കൂട്ടുകാരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. അതേ, ഉത്ബോധനം നൽകിയ പല ഉസ്താദുമാരും ഇന്ന് ഖബറിടത്തിലാണ്, ഗുരുനാഥന്മാർ രോഗശയ്യയിലാണ്. അല്ലാഹുവേ ആഫിയത്ത് പ്രദാനം ചെയ്യണമേ. ഇനിയും നമുക്ക് തിരിച്ചു പോകുമ്പോൾ എവിടെ കണ്ടുമുട്ടാൻ കഴിയുമോ? ഇനി ഒരു പ്രോഫ്കോണിൽ നമ്മളുണ്ടാകുമോ? സർവശക്തനായ നാഥനല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തവഫനാ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം നീ ഞങ്ങളെ ചേർത്ത് തരേണമേ എന്ന നിലക്ക് കൃത്യമായി അതേ ഈ പ്രവർത്തന ഗോതയിലേക്ക് നിങ്ങൾ ഇറങ്ങുക. ഒരിക്കലും നിങ്ങൾ പതറിപ്പോകണ്ട, പരിഹാസങ്ങളിൽ വീണു പോകണ്ട. നിങ്ങൾ ഈ ദഅ്വാരംഗത്ത് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നുവെങ്കിൽ, ഉറക്കമിളക്കുന്നുവെങ്കിൽ, ഒരു ഫ്ലക്സ് നിങ്ങൾ തൂക്കുന്നുവെങ്കിൽ, ഒരു CD കൈമാറുന്നുവെങ്കിൽ, ഒരാളോട് സംസാരിക്കുന്നുവെങ്കിൽ, നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ എന്ത് തന്നെ ഇതിനു വേണ്ടി സഹിച്ചാലും നിങ്ങൾ വിഷമിക്കരുത്. അല്ലാഹ് കൂടെയുണ്ട്. റബ്ബത് പ്രതിഫലമായി രേഖപ്പെടുത്തും, ഒരു സംശയവും വേണ്ട. ശരിക്കും സൽക്കർമ്മമാണ്. ആ നിലക്ക് സത്യത്തെ മനസ്സിലാക്കി സത്യത്തിൻ്റെ പ്രചാരകരും പ്രബോധകരുമായിക്കൊണ്ട് മുന്നോട്ട് പോവുക. സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വരോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമാധാനപൂർണമായ ഒരു ജീവിതം രണ്ട് ലോകത്തും നൽകിക്കൊണ്ട് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.